ഹലോ അസ്സാം വലൈക്കും. എമിനൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇലയുടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനൊരു 2.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിക്ക് കുറേശ്ശെയായി നല്ല തിളച്ച വെള്ളം ഒഴിച്ചെടുത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. വെള്ളത്തേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. പത്തിരിനേക്കായും വലിയ ഉരുളകളാക്കി എടുക്കണം കേട്ടോ. ഇതാ ഇത്ര വലുപ്പത്തിലുള്ള ഉരുളകളാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം. ഞാനൊരു 5 ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം പറഞ്ഞ് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ശർക്കര എല്ലാം ഉരുകി വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരച്ചു വെച്ച ശർക്കരപ്പാനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശർക്കരപ്പാനി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയുടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. ഈ പരുവത്തിലായാലും തീ ഓഫ് ചെയ്യുക. ഇത് ചൂടാറിയാലും ഒന്നുകൂടെ ടൈറ്റിൽ വരും കേട്ടോ. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഓഫാക്കാൻ പറയുന്നത്. ഇനി നമുക്ക് വാഴയിലയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വാട്ടിയെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം കയ്യുമ്മ ആക്കിയാൽ കയ്യുമ്മ തീരെ ഒട്ടി പിടിക്കില്ല. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഇനി നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. ഒരു 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ. ഞങ്ങളെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇനി നല്ല വീഡിയോസുമായി വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.